ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മീഷോന്ന് വീണ്ടും കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 3 ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. മൾട്ടിപർപ്പസ് യൂസേജ് ആണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചത്. സ്ട്രോങ് സ്റ്റിക്നെസ് ആണ്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് എന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല അത്യാവശ്യം വെയിറ്റുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്ര ഹെവി വെയിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്കതങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അതേപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ഇപ്പോൾ കുഞ്ഞ് ഫ്ലവേഴ്സ് അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചാണ്. എമൗണ്ട് കിടക്കുന്നത് 111 ആണ്, പക്ഷെ എനിക്ക് കിട്ടിയത് 92 റുപ്പീസിനാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഫോട്ടോസിലാണ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് നോക്കുന്നത്. ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് അതിൽ ഒട്ടിച്ച് വെച്ചിരുന്നത്, പക്ഷെ അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇത് വെച്ചപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുമാത്രം പോരല്ലോ, നമുക്ക് അത്യാവശ്യം വെയിറ്റ് നിൽക്കുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു കുഞ്ഞു പോട്ട് ഞാൻ കണ്ടത്. ഇതിൽ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ടിട്ടുള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു പോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പോട്ടിലാണ് ആദ്യം സ്റ്റിക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഞാൻ കുറച്ച് ബലം പിടിച്ചിട്ടാണ് ഇത് എടുക്കാൻ നോക്കുന്നത്, എങ്കിൽ പോലും നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ ആ ഒരു ബോൾ പോലെ ഉണ്ടാക്കില്ലേ, അതും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടാണ് എനിക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയത്. ഒന്നാമത്തെ കാര്യം, ഇത് കുറച്ച് ലെങ്ത് കുറവാണ്. ഇത്തിരി കൂടി ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കളിക്കാനോ കൊടുക്കാനായിട്ട് നല്ലതാണ്. പിന്നെ കുറച്ച് നമുക്കിതിൽ കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഇതിന് മുന്നേ ഒരു 6-7 വർഷം മുന്നേ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഡാമേജ് ആയതുകൊണ്ടാണ് ഞാനിത് രണ്ടാമത് വാങ്ങിച്ചത്. ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ. എനിക്ക് ബാക്ക് പെയിനൊക്കെ വന്ന ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു ഐറ്റം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് ഇത് ചൂടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ, അങ്ങനെ ലെഗ് പെയിൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് വെച്ചാൽ മാത്രം മതി. അത്യാവശ്യം നല്ല പോലെ ഇതിന് ചൂട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ചൂടാക്കി അങ്ങനത്തെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറേ ഒരു 6-7 വർഷമായിട്ട് യൂസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജെൽ വാട്ടറാണ്. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ ഒരു ഇത്ര വർഷം നമ്മൾ യൂസ് ചെയ്തല്ലോ, അത്യാവശ്യം നല്ല യൂസേജാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് വാങ്ങിച്ചത്. നല്ലൊരു പെയിൻ റിലീഫറാണ് കേട്ടോ. ഇതിൻ്റെ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അതിങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്കിങ്ങനെ ഇതിലിങ്ങനെ കറണ്ടിൽ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അത്ര നല്ലതായതുകൊണ്ട് ഞാൻ രണ്ടാമത് പിന്നെ ഇത് തന്നെ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു എമൗണ്ട് കിടക്കുന്നത് 170 റുപ്പീസാണ്. എനിക്ക് കിട്ടിയത് 154 റുപ്പീസിനാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഇതൊരു ഡോർ ഹാങ്ങറാണ് കേട്ടോ. ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്, മെറ്റൽ വന്നിട്ട് അയൺ ആണ് കേട്ടോ. ഇത് ഇങ്ങനൊരു ഇങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്തിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹുക്ക് ചെയ്ത് നമുക്ക് ഇടാം കേട്ടോ. എല്ലാ ഡോസിൻ്റെ പുറകിലും നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളുടെ ക്ലോത്ത്സ് ഒക്കെ ഇടാനൊക്കെ ആയിട്ട്, നമ്മൾ ഇട്ട് മാറുന്ന ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്ന വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ സ്യൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു എമൗണ്ട് 255 റുപ്പീസാണ് കിടക്കുന്നത്. എനിക്ക് 230-ക്കാണ് കേട്ടോ കിട്ടിയത്. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഹെവി വെയിറ്റൊക്കെ നിൽക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് വർക്ക് ഏരിയയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല കൺവീനിയൻ്റ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഉപയോഗിക്കാനായിട്ട് എളുപ്പമുണ്ട്. പല സൈഡിലും ഞാൻ മാറ്റി വെച്ച് നോക്കി, എന്നിട്ട് ഇവിടെയാണ് ഫിക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.